വെൽക്കം രാജ് ബി, ഷെട്ടി ആൻഡ് ബാസിൽ. രണ്ടുപേർക്ക് സ്വാഗതം. താങ്ക് യു. കൗമുദി ടിവിയുടെ റീൽ ടു റീലിലേക്ക് സ്വാഗതം. താങ്ക് യു. എങ്ങനെയുണ്ട്? കേരളത്തിൽ പലതവണ വന്നിട്ടുണ്ടല്ലേ? ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എനിക്ക് ബാസിൽ മലയാളി ആയതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഈ നമ്മൾ സിനിമയൊക്കെ ആഗ്രഹിച്ച് സ്ട്രഗിൾ നടക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. ഞാനൊക്കെ അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തിയാണ്. സ്ട്രഗിൾ നടക്കുന്ന പീരീഡിൽ നമുക്കൊരു ദൈവത്തിന്റെ കൈ എന്ന് പറയുന്ന ആരുടെയെങ്കിലും ഒരു കൈ വരും. അങ്ങനെ ഒരു കൈ ആയിരുന്നു രാജ് ബി ഷെട്ടി? അങ്ങനെ ഒരു കൈയായിരുന്നു ചോദിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൈ എപ്പോഴാണ് കിട്ടിയത് ശരിക്കും? ഇല്ല, അത് ആക്ച്വലി ഇപ്പോൾ എല്ലാവർക്കും ഞാൻ രാജ് ബി ഷെട്ടി ആയിട്ട് അറിയും. അപ്പോൾ ഞാൻ അതല്ല എൻ്റെ ഫസ്റ്റ് പടം. സോ നോബഡി നോസ് മീ ആൻഡ് ഈവൻ ഐ ഡോണ്ട് നോ വെദർ ദിസ് ഫിലിം വിൽ വർക്ക് ആസ് മച്ച് ആസ് ഐ ഇമാജിൻഡ് ഓർ നോട്ട്. Okay. At that time, I think Basil came. So even before I became Raj B Shetty, Basil was there with me. So it is not that I hold his hand. It is like I hold his hand, he held mine. അങ്ങനെ ഒരുമിച്ച് ട്രാവൽ ചെയ്തവരാണ്. അതെ. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, എല്ലാവരും മൊത്തം ടീമുണ്ട്. നമ്മളൊരു ഗ്യാങ് ഇപ്പൊ 2015 മുതൽ ഇതുവരെയുള്ള എല്ലാ പടങ്ങളും ഞങ്ങൾ സെയിം ടീമാണ്. സെയിം ക്യാമറാമാൻ, സെയിം മ്യൂസിക് ഡയറക്ടർ, സെയിം ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ക്രൂസും, ആ ഡയറക്ഷൻ ടീമൊക്കെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത പിള്ളേർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ കൂടെ തന്നെ. ശരിക്കും നിങ്ങളുടെ ഒരു ബോണ്ടിങ് ശരിക്കും സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യില്ല. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ഇപ്പൊ രാജ് ബി ഷെട്ടി താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹത്തിന്റെ വൈബ് എന്താണ് താങ്കൾക്ക് അറിയാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവും, ഷോർട്ടിൽ എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ബാസിലിന്റെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ എല്ലാവർക്കും അറിയും. സോ ഏത് ജോബ് അസൈൻ ചെയ്തെങ്കിൽ ബാസിൽ നന്നായിട്ട് ചെയ്യൂ, എല്ലാവർക്കും അറിയും. അപ്പോൾ എഫക്റ്റീവായിട്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ റീസൺ വി നീഡ് ടു സ്റ്റിക്ക് വിത്ത് ദ സെയിം ക്രൂ. ഓക്കെ അല്ലേ മലയാളം? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇത് കേട്ട ചോദ്യങ്ങളായിരിക്കാം. മലയാളി എങ്ങനെയാണ് ഒരു കന്നഡത്തിൽ പോയൊരു സിനിമ ചെയ്യുന്നത്? എങ്ങനെയാണ് ആ ഒരു സർക്കിളിലേക്ക് എത്തിയതാണ്? എങ്ങനെയാണ് ശരിക്കും സർക്കിളിലേക്ക് അഗെയിൻ ഞാൻ പഠിച്ചും ജനിച്ചും വളർന്നൊക്കെ കോഴിക്കോട് നാട്ടിൽ തന്നെയാണ്. മലയാളത്തിൽ ട്രൈ ചെയ്തിട്ട് പോയതാണോ അതെയോ? മലയാളത്തിൽ ട്രൈ ചെയ്ത് ഞാൻ എവിടെയും ട്രൈ ചെയ്തിട്ടില്ല. അതായത് ആഗ്രഹം ഉണ്ടായിരുന്നു, ട്രൈ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അങ്ങനെ ഒരു സാധനം, ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒരു ഡോറും ഓപ്പൺ ചെയ്യാൻ എനിക്ക് കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ ദൂരമാണ്, കോഴിക്കോട് നിന്ന് ഇവിടെ എത്തണം. പക്ഷെ പഠിക്കാൻ മംഗലാപുരത്ത് പോയതുകൊണ്ട് അവിടെ എത്തി. പിന്നെ അവിടുന്ന് മനസ്സിലാക്കി കുറെ ആളുകളൊക്കെ പറയുന്നതാണ് ചെന്നൈ ആണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ചെന്നൈ പോയിരുന്നു. അവിടെയും ഒരാളെ പോലും കണ്ടിട്ടില്ല. റൂമിൽ ഉണ്ടാവും, കൂട്ടുകാരെ കാണും, അവിടെ ഇരിക്കും, കിടന്നുറങ്ങുന്നില്ലാതെ പരിപാടിയൊന്നും നടന്നില്ല. ആ സമയത്താണ് നമ്മളൊരു ഇവരെ പരിപാടികൾ ഇങ്ങനെ ഒരു 1 മുട്ടയെ കത്തി പരിപാടികളൊക്കെ പ്ലാൻ നടക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി മീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കും ഇങ്ങനെ സിനിമയിലൊക്കെ പണി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പണി പഠിക്കണം. 4 ചോദ്യങ്ങൾ കേട്ടു. ഏതാണ് എന്റെ ഫേവറേറ്റ് ഫിലിം? രണ്ടുപേർക്കും ഒരു കഥയില്ല. അവർ ചോദിച്ചു എന്തൊക്കെയാണ് ഫേവറേറ്റ് ഡയറക്ടർ ഏതാ? ഞാൻ ഏതോ ക്വിന്റൻ ടാരന്റിനോ. ഷോർട്ട് ആൻഡ് സ്വീറ്റ് ഇന്റർവ്യൂ. ഇത് മുൻകൂട്ടി പഠിച്ചിട്ട് വെച്ച് പോയതാണോ? പഠിച്ചിട്ട് ഒരാൾ ചോദിച്ചാൽ പറയാൻ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു പേരൊക്കെ പറയണ്ടേ. പിന്നെ നമ്മൾ ബെസ്റ്റ് ഫിലിംസ് എന്ന് പറഞ്ഞ് ഗൂഗിളൊക്കെ അടിച്ചാൽ ഷോഷാങ്ക് റിഡംപ്ഷൻ എന്നൊക്കെ വരും. അപ്പൊ അത് അങ്ങോട്ട് പിടിച്ചു നോക്കി, അതും പാസ്സായി. ഞാൻ കേട്ടു, പടം കണ്ടുവല്ലോ, പേര് കേട്ട് മാത്രം പറഞ്ഞു. അത് കൊള്ളാം. അങ്ങനെ നമ്മളവിടെ എന്താണ് ഒരു ചെറിയ പരിപാടി തുടങ്ങി. അത് ശരിക്കും അന്നേരം ആ സമയത്ത് ആ പോയിന്റിൽ നമുക്കിത് ഒരു ഇത്ര അടിപൊളി എത്ര ബ്യൂട്ടിഫുൾ ജേർണി ആവുമെന്ന് വിചാരിച്ചില്ല. നമ്മളൊരു 10, 25, 30 പേര് ഒരു വീട്ടിനകത്ത്, അതായത് ഇതുപോലത്തെ ഒരു വീട്ടിനകത്ത്, സോറി, ഒരു ചെറിയ റൂമിൽ എത്ര കാണും? ഈ കാൽഭാഗത്തിന് എത്ര കാണും? ഒരു ട്രെയിനിന്റെ ട്രാക്ക് പോലെ ഇങ്ങനെ 10-35 പേര് ഇങ്ങനെ കിടക്കും. രാവിലെ ഒരു 3 മണി. ഹോട്ടലല്ല, ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോറാണ്. 35 പേരിൽ ക്യാമറാമാൻ മുതൽ മറ്റേ പ്രൊഡ്യൂസർ മുതൽ ലൈറ്റ് മാൻ മുതൽ മേക്കപ്പ് മാൻ മുതൽ എല്ലാവരും ഇങ്ങനെ അവിടെ കിടക്കും. രാവിലെ 3 മണിക്ക് എണീറ്റ് തുടങ്ങും, കാരണം ഒറ്റൊരു ബാത്റൂമേ ഉള്ളൂ. 3 മണിക്ക് എണീറ്റ് പോയി കുളിക്കാൻ തുടങ്ങും. എല്ലാവരും കുളിച്ച് റെഡി 6 മണിയാകുമ്പോൾ സെറ്റത്തിന് 3 മണിക്ക് പരിപാടി തുടങ്ങണം. അങ്ങനെയൊക്കെ ഒരു. പക്ഷെ ആ സമയത്ത് ഇത് സിനിമ റിലീസാവുമോ, ഇത് കംപ്ലീറ്റ് ആവുമോ, ഇതാവുമോ ഒന്നും ആർക്കും അറിയില്ല. ഇവനും ഞാനും ഞങ്ങളുടെ DOP എല്ലാവരും ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫസ്റ്റ് സെറ്റ് ഞങ്ങളുടെ സ്വന്തം സെറ്റാണ്. ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തില്ല എവിടെയും. എൻ്റെ ഞാൻ കണ്ട ഫസ്റ്റ് സിനിമാ പടം 1 മുട്ടയെ കത്ത്. അതിൻ്റെ ഡയറക്ടർ ഞാൻ.
നമ്മുടെ ക്യാമറമാൻ ലൈഫിൽ കണ്ട ഫസ്റ്റ് സിനിമ ക്യാമറ നമ്മുടെ സിനിമയുടെ ക്യാമറ ആയിരുന്നു. അതുകൊണ്ട് ആർക്കും അതിന്റെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. എല്ലാവരും എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ ഹാപ്പിയാണ്. അതൊക്കെ വേണ റിസർച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. സിനിമ ക്യാമറ എന്താ, ISO എന്താ, അതെല്ലാം ചെയ്തിട്ടുണ്ട്. ആയെങ്കിൽ ഫിസിക്കലി നമ്മുടെ ആക്സസ് ഇല്ല. നമുക്ക് ആക്ടിങ് എന്താ അറിയൂ, ആയെങ്കിൽ സെറ്റ് എങ്ങനെ അതറിയില്ലേ. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഈസ് ദ റീസൺ വി ബിക്കേം ഇൻഡി ഫിൽം മേക്കേഴ്സ്. നമ്മുടെ ദിസ് ഹോൾ സെറ്റപ്പ് ഈസ് അവേഴ്സ്. ഷെഡ്യൂൾ എങ്ങനെ ചെയ്യുക അത് നമ്മുടെ ഒരു ഡിസൈനാണ്. ഇത് എവിടെ ഫിലിം സ്കൂളിൽ പോയിട്ട് പഠിച്ചു വന്നതല്ല. സോ അങ്ങനത്തെ ഇപ്പോഴും ഫിലിം സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ ചിലപ്പോൾ ഫെയിൽ ആവും. ശരിക്കും നിങ്ങൾ സിനിമ എടുത്ത് സിനിമ പഠിച്ചവരാണ്. അതെ, ആക്ച്വലി when we did ഒന്ന് മുട്ടയക്കത്തെ we didn't know how to make a film, so we did a comedy film. അതിനുശേഷം we didn't know how to make a gangster film. That is the reason we did Garuda Gamana Rishabha Vahana. So but every time we learned, but we didn't wanted to do what others would do. Dialogue, very heavy dialogue, അങ്ങനത്തെ സിനിമ ചെയ്യാൻ പാടില്ല, അതിൽ ഒരു ത്രില്ലില്ല. So we wanted to make films which we want to watch. I think that is how we grow together as team. ഇതേ ഞാനൊന്ന് നമ്മുടെ മലയാളത്തിലേക്ക് കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 80s അല്ലെങ്കിൽ 70s തിരുവനന്തപുരത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാര് അവരുടെ ആക്സസിലുള്ള, ഞാൻ പറഞ്ഞ മലയാളമൊക്കെ അവർക്ക് പറ്റുന്ന റിസോഴ്സസിൽ നിന്നുള്ള ക്യാമറയും പൈസയൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാര് ചേർന്ന് തിരുവനന്തപുരത്ത് അവരുടെ വീടിന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് സിനിമ പിടിക്കുന്നു. ആ സിനിമ ഇറങ്ങിയില്ല, പക്ഷെ അന്ന് സിനിമയെ പിടിച്ച വ്യക്തിയാണ് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ, നിർമ്മാതാക്കള് പ്രിയദർശൻ സാറ്. ആ ഗാങ്ങിലുള്ള എല്ലാവരും ഇന്ന് ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിൽ പേര് ചേർക്കപ്പെട്ട ആളുകളാണ്. എനിക്ക് ഇത് പെട്ടെന്ന് അതാണ്, അവർക്ക് കിട്ടിയ ഇത് വെച്ചിട്ട് അവരുടെ കൂട്ടുകാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ കൂട്ടുകാർ തന്നെ അഭിനയിക്കുന്നു. അവർക്കും സിനിമ ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല, അവർ തന്നെ പഠിച്ചതാണ്. എനിക്ക് ഇതറിയില്ലായിരുന്നു. സെയിം തന്നെയാണ്, വെറുതെ ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി. അവരെല്ലാവരും വന്ന് അങ്ങനെ തന്നെ അവർ സിനിമ പഠിച്ചു വന്നാണ്. പ്രിയദർശൻ സാർ അറിയില്ലേ? അയ്യോ, അറിയാതെ അറിയില്ലല്ലോ. അദ്ദേഹം മോഹൻ അവരുടെ ഒരു ഗ്യാങ് തന്നെ വന്നത് എല്ലാവരും വളരെ അവരവരുടെ മേഖലയിൽ സക്സസ് ആയ ആളുകളാണ്. അതുപോലെ നിങ്ങളും ഈ മുമ്പോട്ടൊരു 50 വർഷം 60 വർഷം സക്സസ്ഫുൾ ആയിട്ട് തന്നെ നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞു തുടങ്ങുമ്പോൾ രാജ് ബി ഷെട്ടി ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇന്നത്തെ രാജ് ബി ഷെട്ടി സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നടനാണ്, സംവിധായകനാണ്. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജേർണി എങ്ങനെ കാണുന്നു? I don't think there is no change in me or the way I speak to my people, or there is no change at all. But people recognize my team with my face, that's all. Either Raj B Shetty recognition, adinde behind that there are many people. There is a Basil nobody knows, there is a Praveen Shriyan, like hardly few people know. There are many people. I think I'm very happy that because of it we are able to release Toby in Malayalam this easily. And also because of Basil and Basil's effort. And that is one thing we need to be very happy about. Other than that, I don't think we have become something. Human being cannot become something. Human being can learn, that's all. So Toby korchu padichu. In next adatha padathil I need to learn a little more. I need to learn. I think it's a constant process of learning and not becoming something. How can you become something? If you ask what is the difference between that Raj and this Raj, there is no difference. But you recognize me, that's all. So if you only because you recognize, this doesn't change, right? Yes. It cannot change. This is the same thing, but people recognize, that's all. മലയാളത്തിലെ ഇടക്കാലത്തൊരു ആളുകൾ പറയുന്നത്, സിനിമ ഫോളോ ചെയ്യുന്നവർ പറയുന്നുണ്ട്, താരതമ്യേന ചെറിയ ഇൻഡസ്ട്രി ആയിരുന്ന കന്നഡ ഇൻഡസ്ട്രിയെ ഒരു KGF നിന്ന് പിന്നീട് ഇങ്ങോട്ട് ഷെട്ടി ത്രയങ്ങൾ എന്ന് പറയും നമ്മുടെ കേരളത്തിലെ രക്ഷ ഷെട്ടി, രാജ് ബി ഷെട്ടി, ഋഷഭ് ഷെട്ടി, ഇവർ 3 പേരും കൂടി കന്നഡ ഇൻഡസ്ട്രിയെ മാറ്റി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഇൻഡസ്ട്രിയിലേക്ക് മാറ്റുന്നു. ഇവരുടെ ഫിലിംസ് എല്ലാം ക്വാളിറ്റി ഉള്ള സിനിമകളാണെന്ന് പറയപ്പെടുന്നുണ്ട്. കേരളത്തിൽ എല്ലാവരും അങ്ങനെ ഒരു ടോക്കുണ്ട്. സിനിമ ഫോളോ ചെയ്യുന്നവർ അത് കേട്ടിട്ടുണ്ടോ? ശരിക്കും ഷെട്ടി ത്രയങ്ങൾ എന്നൊരു വേർഡ് തന്നെ ഉണ്ട് ഇവിടെ, ഷെട്ടി ത്രയം. അതായത് നിങ്ങൾ 3 ഷെട്ടി brothers. Somebody asked me, it was very Shetty gang. Somebody asked me, it was very funny. In Rudiram set, Raj B Shetty, Rakshi Shetty, Rishabh Shetty. You all the 3 came to films.
Your father didn't scold. I'm like, no, we are not brothers. Look at my face. Like, where do I fit with them? I think the common thing between the three is we all love cinema. And we all try to do different kind of cinemas. Maybe that is the reason we have been recognized, but it is very unfair. Not only three, but there are many people who are working. There is a Hemant Rao, who did Saptasagar Dache, he's working. And there are many good directors who are doing great films. And because of this brand thing, the industry has the value of brand. Shetty, RRR. It is very, Shetty Brothers is changing, nothing like that. I think we are doing honest films just like everyone else. There are many people who are working, but unfortunately the credit is taken by us. നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇപ്പൊ കാന്താരയിലാണെങ്കിലും നമ്മൾ BTS ഒക്കെ കാണുന്നത് കഴിയുമ്പോൾ താങ്കൾ ലൊക്കേഷനിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിനല്ലേ ശരിക്കും എന്തോ അങ്ങനെയാണത്. അല്ലെങ്കിൽ ഈ പരിപാടി ഇങ്ങനെ വർക്കാവുള്ളൂ. നമുക്ക് ഒരാൾക്ക് മാജിക് കാണിക്കാൻ പറ്റില്ല. കൊളാബറേഷനിലേ വർക്കാവും. തീർച്ചയായും ടോബിയിലേക്ക് വരുമ്പോൾ കന്നഡത്തിൽ വളരെ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. 22-ാം തീയതിയാണ് മലയാളത്തിൽ റിലീസ് വരുന്നത്. ഒരു ആടിൻ്റെ ഒക്കെ ഒരു മുട്ടനാടെന്ന് പറയാം റെഫറൻസ് ഒക്കെ വെച്ചിട്ടാണ്. എന്താണ് ടോബി പറയുന്ന ഒരു സബ്ജക്റ്റ്, തീം, ജോണറൊക്കെ എന്താണ്? രണ്ടുപേർക്കും പറയാം. In my view, Toby is a family drama which is completely emotionally driven kind of a film. ഒരു കോമണായ ഒരു സാമാന്യ മനുഷ്യൻ എങ്ങനെ മാറും ഒരു സിറ്റുവേഷനിലേക്ക് ഇട്ടിട്ട്, ആൻഡ് ഒരു ഫാദർ പിന്നെ ഡോട്ടറുടെ റിലേഷൻ എത്ര ഡീപ്പായിട്ട് പോകും, അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റേഷനാണ്. സോ ഇത് എൻ്റെ ടോബി. രണ്ടും ഒരേ പടമാണ് ചെയ്തത്. ഞാനിപ്പോ ഒരു 1-2 പേര് ടോബി ഓൾറെഡി കണ്ട ആളുകളുടെ റിവ്യൂ കണ്ടിരുന്നു. അതിഭയങ്കര റിവ്യൂ ആണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സംസാരിക്കാൻ വയ്യാത്തൊരു കഥാപാത്രമാണ്. ശരിക്കും സംസാരിക്കാൻ വയ്യാത്ത ഒരു ക്യാരക്ടർ അതിന്റെ ഇമോഷൻസ് കൺവേ ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ എന്താണ് അതിൻ്റെ അടുത്തേക്ക് കൊടുക്കേണ്ടത്? ഭയങ്കരമായിട്ട് ആ ഇമോഷൻസ് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് റിവ്യൂസ് കണ്ടവർ. മലയാളത്തിൽ തന്നെ പല 1-2 ബ്ലോഗേഴ്സ് കണ്ടിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംസാരിക്കാൻ അറിയുമ്പോൾ അതിന്റെ ഒരു ഇമോഷൻ കൺവേ ചെയ്യാൻ നമുക്ക് കുറച്ച് ഈസി ആണോ? ഈ ഒരു ഊമയായിട്ടുള്ള കഥാപാത്രം അതിന്റെ ഇമോഷൻ കൺവേ ചെയ്യാൻ എത്രത്തോളം പാടുണ്ടായിരുന്നു? സംസാരിക്കാൻ വയ്യാത്ത ഒരു പാത്ര അതിൻ്റെ എക്സ്പ്രഷനിൽ ഒരു ലൗഡ്നെസ് ഉണ്ട്. ബോഡി ലാംഗ്വേജിൽ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് ഉണ്ട്. When we don't have voice, we push a lot to convey. For example, if you are standing here and somebody is standing in the road, they can see you, but they can't hear you. You will actually do the body language a little louder. Like, come here. Normally you don't do that when you communicate. So, without our understanding, these kind of persons will actually speak much more in body. They want to, because they don't have the force of the voice. I think that was a challenge. To write this character and to perform this character was a challenge, because I don't want to take the same routes and same manipulations which we use in cinemas to create an emotion. I want to find characters which are not so normal in society. For example, he is from a very, very lower societal structure kind of a person. And to take that character and he doesn't have a voice, which is also a representation of the setup that he is in. He is voiceless. Even as a person and even as a societal structure, he is voiceless. And when I did that, I had to do a little research. For example, for some reason he loses his voice in the film. And if he doesn't have voice, where does the sound come from? Sound will come, right? Even if the voice doesn't come, there is a sound that is coming. And how to make it natural. And then also his mind space, that is what we call. Just because he doesn't know how to speak, you can always see, the people who cannot speak, they will be actually speaking a lot with their personal ones. They'll always be talking, they'll always want to communicate. But when you see them, they will stop. They don't want to communicate. And this person always wants to talk, always wants to communicate. And that was that was the challenge that we had to do it without voice. And fortunately, it worked.
ശരിക്കും പറഞ്ഞാൽ ഇപ്പം കാന്താരയാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലൊക്കെ ട്രെയിലറിൽ കണ്ട സീക്വൻസ് ഒക്കെ ആണെങ്കിലും കുറച്ച് റിലീജിയസ് ആയിട്ട് ക്ലൈമാക്സിലേക്ക് വരും. അങ്ങനെ കുറച്ച് കന്നഡ സിനിമകളിൽ അങ്ങനെ ചിലപ്പോൾ എൻ്റെ ചോദ്യം പക്ക റോങ് ആയിരിക്കാം. നമുക്ക് ഈ ഹിറ്റായിട്ടുള്ള രണ്ട് സിനിമകൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് റിലീജിയസ് കണക്ട് ചെയ്യുന്ന മാറ്ററുകൾ എവിടെയോ പറഞ്ഞു പോകുന്നുണ്ട് ഈ രണ്ട് സിനിമയിലും. ഈ സിനിമയിൽ അങ്ങനെ നമ്മൾ കാന്തറയിൽ പരാമർശിച്ച പോലത്തെ ഒരു ആംഗിളേ ഇല്ല. അതൊരു ഇമോഷണൽ ഡ്രിവൺ ഫിലിം, കംപ്ലീറ്റ്ലി ഒരു ഇമോഷണൽ ഡ്രിവൺ. ഇതിൽ ഒരു ഫാദർ ഡോട്ടർ റിലേഷൻ്റെ ഡെപ്താണ് ഇതിൽ നമ്മൾ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ആ ജേണി മൊത്തം ഒരു ഫാദറിൻ്റെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡെപ്തിലേക്ക് പോയിട്ട് നമുക്ക് ഈ ടോബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിൻ്റെ ചുറ്റുവട്ടത്താണ് പരിപാടികൾ. അതിലുപരി മറ്റേ റിലീജിയസ് പരിപാടി അങ്ങനത്തെ ആംഗിളൊന്നുമില്ല. അത് എന്താണ്, കുറേ ആളുകളൊക്കെ സിനിമ കാണാത്ത ആളുകൾക്കുള്ള സംശയമാണത്. അത് പിന്നെ ചിലപ്പോൾ അതിൻ്റെ പേരുകളും അതും ഇതും എല്ലാ അസോസിയേഷനും എല്ലാം കൊണ്ടുള്ളൊരു ഐഡിയ ഫോം ചെയ്തായിരിക്കും. അതെ 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 തീർച്ചയായിട്ടും. ഇപ്പോൾ കന്നഡ സിനിമയാണ്, പക്ഷെ ഒരുപാട് മലയാളി ടെക്നീഷ്യൻസ്മാർ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? സംവിധായകൻ മലയാളി ആയതുകൊണ്ടാണോ, അതുകൊണ്ട് മാത്രമാണോ, അതെയോ? ഇപ്പോ ആർട്ട് ഡയറക്ടർ ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ലേ? കേട്ടിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റിലെ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറുടെ പേര് മിഥുൻ മുകുന്ദൻ. ഹീസ് ഫ്രം കണ്ണൂർ. പിന്നെ അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തത് സെങ് സിനിമ. അവിടെ സച്ചിൻ ഒരു സൗണ്ട് ഡിസൈനർ, പിന്നെ സച്ചിൻ കേരളായിട്ട്. പിന്നെ അതിൻ്റെ മിക്സിങ് ചെയ്തത് അരവിന്ദ് മേനൻ. സോ ആളും കേരളായിട്ട്. ചെന്നൈയിലാണ്. അതെ അതെ, ചെന്നൈയിലാണ്. അതെ അതെ അതെ. അങ്ങനെ വേറെ വേറെ ആളുകൾ, മലയാളി ആളുകൾ ഇതിൽ ഈ പടത്തിൽ ഉണ്ട്. And Toby, I think when you came to our set, if you come to our set, you can hear Tulu, Kannada and Malayalam. Like, Malayalis are like, everywhere. Art director is Arshad Nakot. And the sound recordist is Adarsh. Pinne idine makeup cheyidadu Ronak Xavier. Ipo when we select technicians, it is not because he's a Malayali, he's a Kannadiga we select. It is only because of the talent. And when we do good films, we need to select the good of every industry. So Ronak Xavier is the best in South India when it comes to makeup for me. So I want him to come to our set and work. Fortunately, he came to our film and worked. And it added a lot of value. And that is the reason you see so many Malayalis in our film. ഇപ്പോൾ ആദ്യത്തെ സിനിമ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിനിമ എന്താണെന്ന് അറിയില്ലായിരുന്നു പറഞ്ഞു. അപ്പം ഫസ്റ്റ് സിനിമ എല്ലാവരും ഇപ്പോൾ സിനിമയിലേക്ക് എത്താൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സിനിമ ചെയ്യുക, എങ്ങനെയെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കും ഫസ്റ്റ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവുക. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ സിനിമ നല്ല സിനിമ ചെയ്ത് പ്രൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ വരുന്ന ഒരു സബ്ജക്റ്റ് താരതമ്യേന നല്ലതാണെന്ന് തോന്നുന്ന ഒരു സബ്ജക്ട് എടുത്ത് നിങ്ങൾ സിനിമ ആക്കും. ഐ മീൻ ഈ സബ്ജക്ട് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും, നമുക്ക് എല്ലാം കൊണ്ടും വർക്കൗട്ട് ചെയ്യാം, അങ്ങനെ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വർക്കൗട്ട് ആവുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്ന് ടോബി വരെയുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട് വരികയാണ്, അതോ ചലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ തേടി പിടിച്ച് തിരഞ്ഞെടുക്കുകയാണ്, എങ്ങനെയാണ്? കാരണം ഞാനിപ്പോ ആഡ് ഓൺ ചെയ്യുകയാണെന്നില്ല, ആദ്യം നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകളില്ല, കയ്യിലുള്ള ബഡ്ജറ്റ് വെക്കുക, അല്ലെങ്കിൽ ഇത്രയും എല്ലാവരും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടെ ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ അതില്ല, എന്തും ചെയ്യാം. നിങ്ങൾ ഹിറ്റ് കൊടുത്ത് തെളിയിച്ച ആളുകളാണ്. എന്തും ചെയ്യാ. ഇറ്റ്സ് നോട്ട് എ ഗുഡ് സ്പേസ് മെനി എ ടൈംസ്. ഇപ്പോൾ അത് അവിടെ ഇപ്പോൾ എവിടെ വേണമെങ്കിൽ എയിം വെക്കാം, ബട്ട് വേർ ആർ യു എയിമിങ് is the question. But I always think personal reasons should be there to find a cinema or find a story. For example, when I did Garuda Gamana, it is because of my personal experience I did Garuda Gamana. After Onnu Motta Ekate, because of the success, in our team, many people started behaving in a certain way. So that is when I had this idea, like, how people change because of success, name, that, this and everything. And I wanted to search that. I wanted to really find why we are the way we are. And the subject that I took was the gang. I put the same thing in a gangster world, where him and me work together and make a film, and film will become successful. And then he starts claiming that, Toby is his and I claim that Toby is mine. So why does it happen? And it became Garuda Gamana Rishabhavana. It didn't happen because the budget was there. It is because I had a question. I had a genuine curiosity. And then after that, like, the film that we did was Swati Muthina Malehani, and it is not yet released. It almost happened together with Toby. And that happened because of a call where, like, one of my friend's wife called me and wanted to speak for 1.5 minutes, and she was crying, and she was married for 15 years. And she couldn't share something with her husband, but she wanted to share something with a stranger. Then it shocked me, and like, what is relation and what is
who is stranger, what is love, what is friendship. This question didn't go from me, and that is why ആ സിനിമയാണ് ഇനി വരാൻ നടക്കുന്നത്. അത് സ്വാതി മുത്തിന മലയാനി. ഇപ്പോൾ Toby, like, you know, when Toby came, I read the story, and the story was so, this thing got, like, you know, story actually, the character was very fascinating. I wanted to convert it to a screenplay. So every cinema is very different. You don't know why cinema chooses you. It is not that you choose cinema. Sometimes, you know, because of your experience and everything. And for example, when I chose Vandu Mottaya Kathe, because of my bald head, it chose me. Right? Because of my bald head, it chose me. And because of it, authenticity that became decent in a film. I think we should be very honest with the questions that come in us, and, like, you know, through art we can search. And fortunately, there are people who invest for that. ഈ കോസ്റ്റ്യൂം എപ്പോഴും ഈ ഒരു ഷോൾ ഉണ്ടാവും. എന്താണ് ഇതിന്റെ പിന്നിലുള്ള അത് ഷോൾ ഇത് ഇങ്ങനെ ഫ്രഷ് ആക്കണം നമുക്ക്. എന്നോ അതിന്റെ ഒരു സ്റ്റോറി ഒന്നുമില്ല. ബട്ട് ഐ റിയലി ലൈക്ക്, you know, when there is some cloth and everything, this thing, like, you know, to hold. And mundu is handy, and mundu is something, like, you know, I love. Mundu is so very comfortable. മുണ്ട് നമ്മളെ പോലെ അവരുടെ നാച്ചുറൽ ഡ്രസ്സാണ്. നാച്ചുറൽ ഡ്രസ്സാണ് നമ്മളെ പോലെ മലയാളത്തിലും. അതെ, സെയിം ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ അല്ല അങ്ങനെ മംഗലാപുരത്തേക്ക് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പം പറഞ്ഞില്ല പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും പ്രേക്ഷകരോട് എല്ലാവരും നമുക്കിനി മലയാളത്തെ കാണുന്നതാണോ? അല്ല, വീരവാദങ്ങളൊന്നും അടിക്കണ്ട. എല്ലാവരും എന്താ വന്ന് കാണുക. എല്ലാവരും ഒരു ടീമായിട്ടും നമ്മൾ ഇൻഡിവിജ്വലും ടീമായിട്ടുള്ള എല്ലാം ടോട്ടലി നമ്മൾ അത്രയും ഹോണസ്റ്റ് ആയിട്ട് ഒരു അപ്രോച്ച്, ഒരു അറ്റംപ്റ്റ് ആണ് ചെയ്തത്. അതായത് എല്ലാവരും വന്ന് കണ്ടിട്ട് നമുക്കൊരു ചാൻസ് തരാം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെട്ടു പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്നും ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക. പക്ഷെ ഒരു ചാൻസ് തരിക എന്നുള്ളതാണ്. ഓൾ ദ ബെസ്റ്റ്. ഈ കൂട്ടുകെട്ട് ഇങ്ങനെ തന്നെ പോട്ടെ, തുടർന്ന് എല്ലാം പൊന്നാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.